കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നമ്മളെ ദത്തെടുത്തു എന്നുള്ളൊരു പദമാണ്. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓർപ്പിച്ചല്ലോ ദൈവമക്കളെ, ആമേൻ. എന്തൊക്കെ ക്രിസ്തുവിലുണ്ടോ അത് മൊത്തം നമ്മളിലേക്ക് വന്നു കഴിയും. ആ ബോധ്യം നമുക്കുണ്ടായാൽ മതി, നമുക്ക് ജയജീവിതം നയിക്കാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന ഭാഗം 6 വാക്യമാണ്. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കും ചെയ്തിരിക്കുന്നല്ലോ. പല പദങ്ങൾ അതിനകത്തുണ്ടെങ്കിലും എന്നെ ടച്ച് ചെയ്ത 1-2 പദങ്ങൾ നമുക്ക് ചിന്തിക്കാം. പ്രിയനായവൻ. എന്തോ പ്രിയനായവൻ എന്ന് പറഞ്ഞാൽ, ലാസറിൻ്റെ സഹോദരിമാര് യേശുവിൻ്റെ അടുത്തേക്ക് സ്നേഹിതരെ അയച്ചിട്ട് പറയുന്നൊരു പദമുണ്ട്, നിനക്ക് പ്രിയനായവൻ ദീനമായിട്ട് കിടക്ക്. ആമേൻ. പ്രിയനെന്ന് പറയുന്നതിൻ്റെ പദം ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നാ എനിക്ക് ദൈവം പറഞ്ഞു തരുന്നത്. ഹൃദയങ്ങൾ, നമ്മുടെ ദൈവവും നമുക്കുമായിട്ടൊരു ഹൃദയബന്ധം ഉണ്ടെങ്കിലുണ്ടല്ലോ, അതേ പ്രിയരെ, പ്രിയനായവൻ. നമ്മുടെ പ്രിയനുമായിട്ട് നമുക്കൊരു ആത്മബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ അതിന് വിരോധമായിട്ട് എന്തൊക്കെയോ ആ ഹൃദയത്തിൻ്റെ ആ ഉള്ളില്, മനസ്സിൻ്റെ ഉള്ളില് ആ വൈകാരിക മേഖലകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും എടുത്ത് ദൂരെ കളയണം. പ്രിയനായവനിലേക്ക് മടങ്ങി വരണം. പ്രിയനായവനിലേക്ക് മടങ്ങി വരണം. ഉത്തമഗീതത്തിലൊരു വാക്യമുണ്ട്, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. തെശുക്കാഹ് എന്നൊരു പദമാ അതിനെ കൊടുത്തേക്കുന്നത്. തെശുക്കാഹ്, ആമേൻ, മൂലഭാഷ കൊടുത്തേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം എൻ്റെ പ്രിയനാ, എൻ്റെ പ്രിയനെ കൂടാതെ എനിക്കൊന്നുമില്ല. ആ ബോധ്യമൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് കയറി നല്ലൊരു ആത്മജീവിതം നയിച്ചാലുണ്ടല്ലോ, അവൻ ശദ്രക്കും മേശക്ക് അബേദ്യനഗോവിന് ആ ബോധ്യം ഉണ്ടായിരുന്നു. അവർ പുതിയ നിയമ വിശ്വാസികൾ പോലും അല്ല. ആമേൻ. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നേ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഈ തീക്കകത്ത് അവിടുത്തെ സന്നിധി എത്താനോ, അതാ ഞങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം. പോലീസ് പറയുന്ന കേട്ടിട്ടില്ലേ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ അത് അത്യുത്തമമല്ലോ. പക്ഷെ ജഡത്തിലായിരിക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണം. കാരണം ഇതൊക്കെ പറഞ്ഞു തരണ്ടേ. അത്യുത്തമം എപ്പോൾ തൊട്ടോ ഇത് കിട്ടിയെന്നറിയാവോ? പുള്ളി 3-ാം സ്വർഗത്തോളമൊക്കെ എടുക്കപ്പെട്ടു വന്നതിന് ശേഷം ഈ അനുഭവം എനിക്ക് എപ്പോഴും വിട്ടുപിരിഞ്ഞ്. ഹല്ലേലൂയ. പ്രിയനായവൻ, എൻ്റെ പ്രിയനുമായിട്ട് എനിക്കൊരു ഹൃദയബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെയാ ഹൃദയത്തിനകത്ത് ആവശ്യമില്ലാതെ അടിഞ്ഞു കൂടിയിച്ചേക്കുന്നത്? വേണ്ടെന്നല്ല, വേണം ഈ ഭൂമിയിലുള്ളതൊക്കെ. പക്ഷേ എൻ്റെ പ്രിയനോടുള്ള ബന്ധം, നമ്മുടെ പ്രിയൻ തുല്യമായിട്ട് ആരും ഇല്ല കേട്ടോ. അതായിരിക്കണം നമ്മുടെ പ്രൈം പ്രയോറിറ്റി, പ്രിയനായവൻ. അടുത്ത പദം ശ്രദ്ധിച്ചേ, പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയതാ. ആ വാക്യം ഒന്ന് വായിച്ചേ. സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വം. അവിടുത്തെ രക്തമാ കൊടുത്തത്, ഇതാ നമ്മളല്ല കേട്ടോ. പണം പിരിക്കാനുള്ള ഇടമല്ല ചർച്ച്. പിരിക്കുന്ന പൈസ കൂടുതലും കർത്തൃവേലയിലായിരിക്കുന്ന ദൈവമക്കൾക്ക് കൊടുക്കണം. കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല, ഓരോത്തിനും കണക്ക് കൊടുത്തേ പറ്റൂ. വളരെ ഗൗരവമേറിയ ചിന്തയായത്, സൗജന്യമായിട്ടകന്ന്. ആമേൻ. പത്രോസും യോഹന്നാനും എന്താ പറയുന്നേ? വെള്ളിയും പൊന്നും എനിക്കില്ല, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, എനിക്കുള്ള നിനക്ക് തരുവാ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഗൗരവത്തോടെ എടുക്കണം കേട്ടോ. പണം ഉണ്ടാക്കാനുള്ള മാർഗം അല്ല ഇത്. വിശ്വസ്തയോടെ നിന്നാൽ നമ്മുടെ ഓരാവശ്യങ്ങളും മുടങ്ങത്തില്ല. ഇതാ പ്രിയരെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. പണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതല്ല. നിനക്ക് കോടികളുടെ ആവശ്യമുണ്ടെങ്കിലും സ്വർഗം തന്നിരിക്കും. അത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ടുള്ളതാണെങ്കിൽ. അല്ലാതെ നമ്മുടെ സാമ്രാജ്യം ഉണ്ടാക്കാനാണ് തരികയില്ല, ദൈവം തരത്തില്ല. പിന്നെ മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട 2 ശബ്ദത്തിനായിട്ട് സ്തോത്രം. പ്രിയനായവനിൽ ഞങ്ങളുടെ തെശുക്കാഹ് അങ്ങുമായിട്ടാകട്ടെ. സൗജന്യമായിട്ട് ഞങ്ങൾക്കിത് കിട്ടിയത്, ഒരിക്കലും ആരുടെയും പൈസ മോഹിച്ചുകൊണ്ട് ഞങ്ങളിത് ഉപയോഗിക്കാനിടയായല്ലേ. പ്രിയ മാത്രം മതി ഞങ്ങൾക്ക്. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി
9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.